നമ്മളൊക്കെ ഇൽമു പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇൽമു പഠിപ്പിക്കുക എന്നുള്ള ഒരു ഇബാദത്തല്ലേ? കൂലിയിട്ടുന്ന കാര്യല്ലേ? ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. എല്ലാവർക്കും ഇൽമു ഫർള് ഐനായ ഇൽമു പഠിക്കൽ നിർബന്ധം. അതുപോലെ ഏറ്റവും നല്ല സേവനം എന്താണ്? അത് ഖുർആൻ പഠിപ്പിക്കലാണ്. അല്ലേ? ഏറ്റവും വലിയ ഖൈറായ സേവനം ഏതാണ്? ഖുർആൻ പഠിപ്പിക്കലാണ്. അപ്പൊ ഖുർആൻ ഏത് സമയത്ത് പഠിപ്പിക്കണം? പ്രത്യേക നിയമമില്ല, പ്രത്യേക രൂപമില്ല. അത് ഹജ്ജ് പോലെയല്ല, അത് നിസ്കാരം പോലെയല്ല, അത് സക്കാത്ത് പോലെയല്ല, അത് നോമ്പ് പോലെയല്ല. അതിന് പ്രത്യേക രൂപവും കോലവും ഒക്കെ നമുക്ക് നിശ്ചയിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ 9 മണി വരെ മദ്രസ എന്ന പേരിൽ കുട്ടികളൊക്കെ ഒരുമിച്ച് കൂട്ടി നമ്മൾ ഇൽമു പഠിപ്പിക്കുകയാണ്. ഈ രൂപം ആര് നിശ്ചയിച്ചതാ? നമ്മൾ നിശ്ചയിച്ചാണ്. സമയം ആരാ നിശ്ചയിച്ചത്? നമ്മൾ നിശ്ചയിച്ചതാണ്. ഇത്ര 7 മണിക്ക് വരൽ നിർബന്ധാണെന്ന് പറഞ്ഞത് ആരാ? നമ്മൾ പറഞ്ഞതാണ്. 9 മണിക്ക് ബെല്ലടിച്ച് നമ്മൾ കുട്ടികളൊക്കെ ഒഴിവാക്കണം. അതിനുശേഷം പഠനമില്ല. ഇതാര് തീരുമാനിച്ച? നമ്മൾ തീരുമാനിച്ചാണ്. ഇതേ നമ്മൾ തന്നെയാണ് ഹദ്ദാദിന് സമയം നിശ്ചയിക്കുന്നത്, ദിക്ർ ചെല്ലാൻ സമയം നിശ്ചയിക്കുന്നത്, ഇൽമു സ്വലാത്ത് ചെല്ലാൻ സമയം നിശ്ചയിക്കുന്നത്. സ്വലാത്തും ദിക്റും ചെല്ലാൻ സമയം നിശ്ചയിക്കാൻ പറ്റൂല എന്നും മദ്രസക്ക് സമയം നിശ്ചയിക്കാൻ പറ്റുന്നും പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെയുള്ള വ്യത്യാസം എന്താ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്താണ് അവിടുത്തെ വ്യത്യാസം എന്നറിയോ? ദിക്റും സ്വലാത്തും ഖുർആനോത്തും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമാണ്. ഒരാള് ദിക്ർ കൂടുതൽ ചെല്ലിയാൽ അവൻ ആത്മീയമായ വളർച്ച ഉണ്ടാവും. പിശാജ് അവനിൽ നിന്ന് ഓടും. അല്ലെ? പിശാജ് എടുക്കൂല ദിക്റിൽ നിർത്തി. എന്നാ ഈ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസേന്റെ അടുത്തോ? മദ്രസേന്റെ അടുത്ത് വഹാബികള് അത് പറ്റൂല എന്ന് പറയൂല. എന്താ കാരണം എന്നറിയോ? അവരുടെ പിഴച്ച ആശയങ്ങൾ പഠിപ്പിക്കാൻ എന്ത് വേണം? മദ്രസ വേണം. അപ്പൊ അവിടെ മദ്രസ വേണ്ട എന്ന് പരിശീലി പറയൂല. ഈ അദ്ദാദും സ്വലാത്തും മുടക്കാനുള്ള കാരണങ്ങൾ എന്താണോ അതേ കാരണം ഇവിടെയുണ്ട്, മദ്രസ മുടക്കുന്നിടത്തുണ്ട്. പക്ഷെ അവരവിടെ അത് പറയൂല. എന്റെ പറയാത്തത്? അവരുടെ പിഴച്ച ആശയം ചെയ്യണമെങ്കിൽ ഏത് വേണം? ഇത് വേണം. അപ്പോൾ അവിടെ സമയം നിശ്ചയിക്കും. KNM സമ്മേളനം നടക്കില്ലേ? എപ്പോ നടക്കല്? 5 വർഷം കഴിയുമ്പോൾ. ഏതെങ്കിലും ഒരു കൊല്ലം 2 കൊല്ലം കഴിയുമ്പോൾ നടന്നോ? നടക്കൂല. കറക്റ്റ് 5 കൊല്ലം കഴിയുമ്പം അവരവിടെ സമയം നിശ്ചയിക്കുന്നുണ്ട്, എണ്ണവും നിശ്ചയിക്കുന്നുണ്ട്, രൂപവും നിശ്ചയിക്കുന്നുണ്ട്. ഹദ്ദാദ് എന്ന ദിക്ർ ചെല്ലാൻ പാടില്ല എന്നും സ്വലാത്ത് ചെല്ലുന്നിടത്ത് എണ്ണം പറ്റൂല എന്നും അവരവരുടെ സമ്മേളനങ്ങളും അവരുടെ ആശയപ്രചരണവും നടത്തുന്നത് പറ്റും എന്ന് പറയുന്നതിന്റെ പിന്നിൽ എന്താണ് രഹസ്യം? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി ഈ സമ്മേളനം ഒരു പുണ്യമുള്ള കാര്യമല്ല, അതിനൊരു പ്രതിഫലം കിട്ടൂല എന്നാണോ പറയുന്നത്? പിന്നെ അതെന്താണ്? ഒരു സമ്മേളനം നമ്മൾ നടത്തുമ്പോ, ഇപ്പൊ മുജാഹിദിന്റെ സമ്മേളനമാണ് 10 ദിവസം അല്ലെങ്കിൽ 5 ദിവസം, എത്ര കോടികളാണ് അതിന് ചെലവഴിക്കുന്നത്? ആ കോടികളൊക്കെ ഏത് മാർഗത്തിലാണ് ചെലവഴിക്കുന്നത്? അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ അതിന് പ്രതിഫലം കിട്ടുമല്ലോ. അപ്പൊ അതിനെന്തുകൊണ്ട് നിങ്ങൾ സമയം നിശ്ചയിച്ചു? അവിടെ നിങ്ങൾക്ക് സമയം നിശ്ചയിക്കാമെന്നും ദിക്റിനും സലാത്തിനും സമയം നിശ്ചയിച്ചുകൂടാന്നും എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിശാചിന് ഗുണമായി വരുന്ന കാര്യങ്ങൾക്കൊക്കെ അവര് സർട്ടിഫിക്കറ്റ് കൊടുക്കും. പിശാചിനെതിരാണോ അവിടെ ഒക്കെ അവർ തടയുകയും ചെയ്യും. അതുകൊണ്ടാണ് ദിക്റും സലാത്തും പറയുന്നത്.